വെട്ടി ഭാനുവിനെ അടിക്കണമെന്ന് സേതോട്ടൻ പറഞ്ഞില്ലേ? അത് അങ്ങനെ പറഞ്ഞത് അവൾക്ക് സഹിക്കുന്നുണ്ടാവത്തില്ല. അമ്മയ്ക്കും ഭാവനയ്ക്കൊക്കെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് അറിയാമായിരുന്നു. നമ്മളോടൊന്നും പറയാതിരുന്നതാ. ഇതുപോലെ പറയാതെ മൂടി വെച്ചാണ് ഭാമയുടെ അനുഭവം. അങ്ങനെ വല്ലതാണെങ്കിൽ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഇതങ്ങനെയൊന്നും ആവത്തില്ല സേതോട്ടാ. ഭാനു തീരെ പൊട്ടിപ്പെണ്ണൊന്നും അല്ല. എന്റെ മായ ബുദ്ധി കൂടിപ്പോയാലും പ്രശ്നമാണ്. ഒടുവിൽ ആരും കാണത്തില്ല സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇത് അവരെല്ലാരും കൂടി ചേർന്ന് ബുദ്ധിപൂർവ്വം കളിച്ച കളിയായിരിക്കും സേതോട്ടാ. എങ്ങനെയും ഭാനുവിനെ സ്വന്തമാക്കിയ നല്ലൊരു വിഹിതം സ്വത്ത് ഭാനുവിന് കിട്ടുമെന്ന് അവർ കണക്കുകൂട്ടിയിട്ടുണ്ടാവും. ഒന്നാലോചിച്ച ഭാനു ആ ജയേഷിനെ പരിചയപ്പെട്ടതുകൊണ്ടാണല്ലോ അമ്മയുടെ പേർക്ക് ഇങ്ങനെ ഒരു വസ്തു ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ വസ്തുവിന്റെ ആധാരവും മറ്റു രേഖകളും വാങ്ങിച്ചെടുക്കാൻ നോക്ക്. പറയുമ്പോൾ അങ്ങനെ ചില കാര്യങ്ങളുണ്ടല്ലോ. ഇനി അതിനുവേണ്ടി അയാളെ കാല് പിടിക്കേണ്ടി വരുമോ? ജയേഷിനെ വെറുതെ വിട്ടല്ലോ. ഇനി ഭാവനയോട് പറഞ്ഞ് ആ ആധാരം മേടിച്ചെടുക്കാൻ നോക്ക് സേതുവേട്ടാ. ഈ വാശിയിൽ അവരെ നശിപ്പിച്ചെങ്ങനെ കളയുന്നു എന്റെ പേടി. പിന്നെ ഒപ്പിക്കണ കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെയൊന്നും ചെയ്യത്തില്ല സേതുവേട്ടാ. ചെയ്യണമെങ്കിൽ അവർക്ക് എന്നെ ചെയ്യായിരുന്നു. വിഷുവിന് അവരിവിടെ വന്നപ്പോൾ ആട്ടി ഇറക്കി വിട്ടില്ലേ? അന്നവർക്ക് ചെയ്യായിരുന്നല്ലോ. ഈശ്വര, ഇനി അത് നശിപ്പിച്ചിട്ടുണ്ടാവോ? നെഗറ്റീവായിട്ട് ചിന്തിക്കല്ലേ സേതുവേട്ടാ. ചിന്തിക്കണം മായ. ഇവരൊക്കെ ചിലപ്പോൾ അങ്ങനെയും ചെയ്യും. പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോഴാണല്ലോ മനുഷ്യന്റെ സ്വഭാവം മാറുന്നത്. വിശ്വസിക്കാൻ പറ്റത്തില്ല മായ. സേതുവേട്ടൻ തന്നെ ഭാവനയോട് ഇക്കാര്യം സൂചിപ്പിച്ചാൽ മതി. സേതുവേട്ടൻ എങ്ങോട്ട് പോവാ? അല്ല, ഭാവനയെ വിളിച്ചു പറയാൻ. പിന്നത്തേക്കാക്കണ്ടല്ലോ. എന്താ സേതുവേട്ടാ ഇത്? ഇപ്പൊ പറയണ്ട. ഭാവന ഇങ്ങോട്ട് വരുമ്പോ പറഞ്ഞാ മതി. എന്നാ പിന്നെ അങ്ങനെ മതി. ഞാനൊന്ന് ഭാവനെ കണ്ടിട്ട് വരാം.